എങ്ങനെയും പൈസ ഉണ്ടാക്കണം എന്നാണ് രേണുവിന്. ബാർ ഡാൻസർ എന്നത് ഒരു പ്രൊഫഷനാണ്. കഴിഞ്ഞ ദിവസം മുതൽ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്നത് പാപ്പിലോൺ എന്ന റെസ്റ്റോറന്റിന്റെ പ്രൊമോഷനായി രേണുസുതി ദുബൈയിലേക്ക് പോയതും അവിടെ നിന്നുള്ള വീഡിയോകളുമാണ്. റെസ്റ്റോറന്റും ബാറും കൂടി ചേർന്നതാണ് പാപ്പിലോൺ എന്ന സ്ഥാപനം. അവിടെ പാട്ടിനൊപ്പം ചുവടുവെക്കുന്ന തന്റെ വീഡിയോകൾ രേണു സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ശേഷം ബാർ ഡാൻസറായി ജോലി കിട്ടിയോ എന്നുള്ള തരത്തിൽ നിരവധി വിമർശനങ്ങൾ വന്നിരുന്നു. രേണു അതിനെതിരെ പ്രതികരിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോഴത്തെ രേണുവിനെതിരെ നടക്കുന്ന വിമർശനങ്ങളിൽ പ്രതികരിച്ചെത്തിയിരിക്കുകയാണ് മുൻ ബിഗ് ബോസ് താരവും യൂട്യൂബറുമായ സായി കൃഷ്ണ. റെസ്റ്റോറന്റ് ആണെങ്കിലും ബാർ ആണെങ്കിലും വലിയ വിഷയമൊന്നുമില്ലെന്നും ബിഗ് ബോസിൽ നിന്നും പുറത്തു വന്നവർക്കെല്ലാം ഇങ്ങനെ ദുബായ് അവസരം വരുന്നത് പതിവാണെന്നും സായി കൃഷ്ണ പറയുന്നു. ബിഗ് ബോസിൽ പോയി വന്ന ശേഷം വിവാദങ്ങളിൽ ഒന്നും പെടാതെ പ്രോഗ്രാമുകളും ഡാൻസുമൊക്കെയായി രേണു നടക്കുകയായിരുന്നു. ഷോയിൽ നിന്നും തിരികെ വന്ന ഫോണൊക്കെ കയ്യിൽ കിട്ടിയതോടെയും വേണ്ടപ്പെട്ടവരെയൊക്കെ കണ്ടതോടെയും ട്രോമയൊക്കെ പോയി പഴയ റിയാലിറ്റിയിലേക്ക് രേണു തിരിച്ചു വന്നതെന്ന് തോന്നുന്നു. ഇതോടെ ബിഗ് ബോസ് ഫെയിം എന്ന രീതി ഉപയോഗിച്ച് മുന്നോട്ട് പോകാൻ പറ്റില്ലെന്ന് രേണുവിന് ഇതിനോടകം മനസ്സിലായിട്ടുണ്ട്. എന്താണോ പണ്ട് ചെയ്തിരുന്നത് അത് തന്നെ ആവർത്തിച്ച് ലൂപ്പിലേക്ക് കയറണമെന്നും രേണുവിന് മനസ്സിലായി. അതിനിടയിൽ 2-3 ദിവസമായി രേണുവിനെ കുറിച്ച് ചില പോസ്റ്റുകൾ കാണുന്നുണ്ട്. രേണു സുധി ദുബൈയിൽ ബാർ ഡാൻസറായി എന്നുള്ള തരത്തിലാണ് വാർത്തകൾ കണ്ടത്. ശേഷം രേണുവിന്റെ ഇൻസ്റ്റ നോക്കിയപ്പോൾ ചില വീഡിയോകൾ കണ്ടു. ബാർ ഡാൻസർ ആകുന്നത് വിഷയമാണോ എന്ന് ചോദിച്ചാൽ അതൊരു പ്രൊഫഷനാണ്. ഒരുപാട് പേർ രേണുവിനെ വിമർശിച്ചു കണ്ടു. അവരുടെ ലൈഫാണ്, അതുകൊണ്ട് രേണു എന്ത് വേണമെങ്കിലും ചെയ്തിട്ട് പോട്ടെ എന്ന് കരുതിയാൽ പോരെ. ചിലപ്പോൾ ഇതാണ് അവിടെയെന്ന് അറിയാതെ കയറിപ്പോയതാകും, ചിലപ്പോൾ അറിഞ്ഞുകൊണ്ട് കയറിപ്പോയതാകും. ബാർ പബ് സെറ്റപ്പാണെന്ന് അവിടെ എത്തിക്കഴിഞ്ഞാകും മനസ്സിലായത്. എന്നാൽ പ്രൊഫഷണൽ എത്തിക്സ് രേണുസുതി കീപ്പ് ചെയ്യുന്നുണ്ട്, കൃത്യമായി പ്രൊമോഷൻ ചെയ്യുന്നുണ്ട്. ഈ ഒരു വിവാദം കാരണം രേണുവിനെ ദുബൈയിലേക്ക് കൊണ്ടുപോയവരും ഹാപ്പിയായി കാണും. പ്രതീക്ഷിച്ച പബ്ലിസിറ്റി അവർക്ക് കിട്ടുന്നുണ്ടല്ലോ. ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ദുബൈയിലേക്ക് ക്ഷണം വന്നിട്ടുണ്ടെന്ന് രേണു പറഞ്ഞിരുന്നു. ഇനാഗ്രേഷനല്ല, പ്രൊമോഷനായിട്ടാണ് പോയത്. റെസ്റ്റോറന്റ് ആണെങ്കിലും ബാർ ആണെങ്കിലും വലിയ വിഷയമൊന്നുമില്ല. ബിഗ് ബോസിൽ നിന്നും പുറത്തു വരുന്നവർക്കെല്ലാം ഇങ്ങനെ ദുബായ് അവസരം വരാറുണ്ട്. അത് സ്വീകരിക്കണോ വേണ്ടയോ എന്നത് നമ്മുടെ ചോയ്സാണ്. നല്ല പേയ്മെന്റും ആളുകൾ വാഗ്ദാനം ചെയ്യാറുണ്ട്. അതുപോലെ തന്നെയാണ് രേണുവിന്റെ ദുബായിലേക്കുള്ള പോക്കും. ബാറിൽ ഡാൻസ് കളിക്കുന്നവർ പോക്ക് കേസാണെന്ന ധാരണ കേരളത്തിലെ ചിലർക്കുണ്ട്. ദുബൈയിലെ പബ്ബിൽ ഫാമിലീസ് തന്നെ ഫുഡ് കഴിക്കാനും എൻജോയ് ചെയ്യാനും വരാറുണ്ട്. ഡ്രസ്സില്ലാതെ രേണു തുള്ളുന്നില്ലല്ലോ. ബിഗ് ബോസ് കൊണ്ട് ഒന്നുമായില്ല. എന്നാൽ ഇതിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ട് എന്തെങ്കിലും ആകട്ടെ എന്ന് കരുതി കാണും. എന്തായാലും ഫെയിമിന് വേണ്ടി പോയി ഡാൻസ് കളിക്കില്ലല്ലോ. പൈസയ്ക്കാണ് അവർ പോയതെന്നും സായി പറയുന്നു.